കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം മഹത്വമെടുക്കട്ടെ. ദൈവ സന്നിധാനത്തിങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാനായി ഇങ്ങനെ സമയവും സന്ദർഭവും ഒക്കെ ദൈവം ഒരുക്കി തന്നു. പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നു. ഇതിൻ്റെ മധ്യത്തിൽ ഇങ്ങനെ വിശുദ്ധ സഭായോഗമായി ഒരുമിച്ച് കൂടുവാനും ദൈവമക്കളുടെ മുൻപാകെ എളിവന് വെടിനേറ്റ് നിൽക്കുവാനും കർത്താവ് കൃപ നൽകിയ വിലപ്പെട്ട ദൈവകൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിനെല്ലാം മഹത്വവും അർപ്പിക്കുന്നു. വചനം ശ്രദ്ധിക്കുന്ന ബഹുമാന്യരാകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമുള്ള നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. നമ്മെ എല്ലാവരെയും ഇന്ന് പകൽ സഹായിക്കട്ടെ. വിശേഷിച്ച് നാം ഈ ദിനങ്ങളിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 14-ാമത്തെ പകലിൽ വിശുദ്ധ സഭായോഗമായിട്ട് നാം കൂടി വന്നിരിക്കുന്നു. അടുത്ത 7 ദിനങ്ങളിലും വലിയ ദൈവകൃപയ്ക്കായി പ്രാർത്ഥനയെ ചോദിക്കുന്നു. നാം ഇവിടെ പാടുവാനിടയായത് 19-ാമത്തെ സങ്കീർത്തനമാണ്. 19-ാമത്തെ സങ്കീർത്തനത്തോട് ചേർന്നുകൊണ്ട് തന്നെ അതിൽ നിന്ന് നീതി പുലർത്തി ഒരാത്മീയ ദൂത് ദൈവമക്കളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ ദൈവസന്നിധിയിൽ ഇന്നത്തെ ശുശ്രൂഷകൾക്കായിട്ട് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ആ നിലകളിൽ എൻ്റെ ഹൃദയത്തിൽ പല ചിന്തകൾ കടന്നു വന്നുവെങ്കിലും ഇന്ന് പകൽ വിശേഷാൽ 19-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഒരു പദം ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കുന്ന കർത്താവിൻ്റെ മനോഭാവം, കർത്താവിൻ്റെ മനസ്സ്, ആ ഒരു ചിന്തയോട് ചേർന്ന് തന്നെ ഈ സങ്കീർത്തനത്തെ ഒന്ന് ബന്ധിപ്പിച്ച് ചിന്തിപ്പാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ഈ സങ്കീർത്തനത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. എല്ലാം ഓർപ്പിക്കുവാനായിട്ട് കഴിയുന്നില്ല. 2 വെളിപ്പാടുകളുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് സങ്കീർത്തനത്തിൽ വിവരിക്കുന്നുണ്ട്. ഒന്ന് പ്രകൃതിയിലെ വെളിപ്പാടിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. അതാണ് ആദ്യ ഭാഗത്ത് നമുക്ക് കാണുവാനിടയായിത്തീരുന്നത്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതും പ്രകൃതിയിൽ നിന്നുള്ള ദൈവിക വെളിപ്പാടാണ്. അതായത് പ്രകൃതി ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ കാണുന്നത് ദൈവവചനത്തിന്റെ ഒരു വെളിപ്പാടാണ്. ദൈവവചനത്തിന്റെ മാധുര്യമാണ്. ദൈവവചനത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് ഓർപ്പിക്കുവാനിടയായിത്തീരുന്നത്. ദൈവവചനത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുമ്പോൾ 7-ാം വാക്യം അതിന്റെ തുടക്കമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. The law of the God is perfect. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കരങ്ങളിൽ എഴുതിയിരിക്കുന്ന ഈ കറുത്ത ബൈൻഡിട്ട പുസ്തകം ഇത് പെർഫെക്റ്റ് ആണ്. ഇതിനകത്ത് സകലതുമുണ്ട്. ജീവനും ഭക്തിക്കും വേണ്ടതിനകത്തുണ്ട്. ആവശ്യം നമ്മെ നടത്തുവാൻ, ആത്മീയ ആലോചനകൾ നൽകി നടത്തുവാൻ, നമുക്ക് വേണ്ടുന്ന പരിജ്ഞാനം ഉപദേശിച്ചു തരുവാൻ, നീതി സാരം പറഞ്ഞു തരുവാൻ, എങ്ങനെ നാളെ എങ്ങനെയായിരിക്കണം, ഇന്ന് എങ്ങനെയായിരിക്കണം, ആകുല ചിന്തകളെ എങ്ങനെ നാം അതിജീവിക്കണം തുടങ്ങി ദൈവിക വെളിപ്പാടുകളുടെ കലവറയാണ്. തീർന്നില്ല. ഒരനന്ത നിത്യത കൂടി നമുക്ക് ചൂണ്ടിത്തരുന്ന, ക്രിസ്തുയേശുവിൽ കൂടി വെളിപ്പെടുത്തി തരുന്ന അനുഭവത്തെ ഈ തിരുവെഴുത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അങ്ങനെ തികവുള്ള പെർഫെക്റ്റായ, ആ പെർഫെക്റ്റ് എന്ന പദം തന്നെ ഞാൻ പലപ്പോഴും ആവർത്തിക്കാറുള്ളതാണ്. ഹാവിങ് എവരിതിങ് നീഡഡ്, ദ ബെസ്റ്റ് ഓഫ് ഹിസ് കൈൻഡ്, എക്സാക്ട്ലി റൈറ്റ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് വേറൊന്നുമില്ല. ഈ തികവുള്ള ന്യായപ്രമാണത്തെ പോലെ ഒന്നുമില്ല. അതിന്റെ വെളിപ്പാടാണ് താഴോട്ട് വിവരിച്ചിരിക്കുന്നത്. ഒടുവിൽ പറഞ്ഞു നിർത്തിയതും ശ്രദ്ധകരമാണ്. ഒരു സമർപ്പണത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തി ആകാശവും ആ ദൈവവചനത്തിന്റെയും വെളിപ്പാടുകളെ പറഞ്ഞിട്ട് പിന്നത്തേതിൽ പറഞ്ഞു നിർത്തിയത് ഒടുവിലത്തെ വാക്യം വളരെ ചിന്തിപ്പിക്കുന്ന അവസാന വാക്യങ്ങൾ സമർപ്പണത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നതും സമയുള്ള പാപങ്ങളൊക്കെ അകറ്റി എന്നെ കാക്കണം. അവസാന വാക്യത്തിൽ എന്റെ പാറ, എന്റെ വീണ്ടെടുപ്പുകാരനെ, എന്റെ വായിലെ വാക്ക്, ഹൃദയത്തിലെ ചിന്തനം ദൈവത്തിന്
പ്രസാദകരമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ചിന്തനങ്ങളുമെല്ലാം ദൈവത്തിന് പ്രസാദകരമായിരിക്കണം എന്നുള്ള സമർപ്പണത്തോടുകൂടി ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നു. അനേക വചന വെളിപ്പാടുകൾ ഇതിനകത്തെ ഒളിഞ്ഞു കിടക്കുന്നെങ്കിലും ഇന്ന് പകൽ നാം ഈ വചനത്തിലൂടെ ചിന്തിക്കുന്ന ഭാഗം ദൈവത്തിന്റെ മഹത്വത്തിന്റെ വർണ്ണന എന്നുള്ള ഒരു ഭാഗമാണ്. ദൈവത്തിന്റെ മഹത്വത്തിന്റെ വർണ്ണന. പ്രകൃതി എന്ന പുസ്തകം അത് 3 ദളങ്ങളായി തിരിച്ചാൽ ആകാശം, ഭൂമി, സമുദ്രം, മേഘമണ്ഡലം, വായുമണ്ഡലം, നക്ഷത്രമണ്ഡലം, ഇങ്ങനെ നമുക്ക് തിരിക്കുവാനായിട്ട് കഴിയുന്നു. ഇവയ്ക്കെല്ലാം അപ്പുറത്ത് നാം വിശ്വസിക്കുന്ന എന്നുണ്ട്, സ്വർഗാദി സ്വർഗമെന്നൊന്നുണ്ട്. അതോർത്ത് എത്ര പേർക്ക് ദൈവത്തിന് സ്തുതി കൊടുക്കുവാനായിട്ട് കഴിയും? ഇങ്ങനെ മേഘമണ്ഡലം, വായുമണ്ഡലം, നക്ഷത്രമണ്ഡലം, ആകാശത്തിന്റെ മഹത്വങ്ങൾ, നക്ഷത്രത്തിന്റെ മഹത്വങ്ങൾ, ദൈവത്തിന്റെ സൃഷ്ടിയാകുന്ന ആകാശമണ്ഡലത്തിലെ ശോഭയെ കണ്ടുകൊണ്ട് ഇതാ ആകാശം പറയുകയാണ്, ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. അത് ശോഭയേറിയതാണ്, നാവുകൾ കൊണ്ട് വർണ്ണിപ്പാൻ കഴിയാതിരിക്കുന്നതാണ്. ദൈവത്തിന്റെ മഹത്വത്തെ പ്രകൃതി ശക്തികൾ വർണ്ണിക്കുന്നു, അല്ലെങ്കിൽ പ്രകൃതി വർണ്ണിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയാകുന്ന നാം എത്രയധികം വർണ്ണിക്കണം? ദൈവത്തിന്റെ സൃഷ്ടിയാകുന്ന നാം എത്രയധികം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരണം? എത്ര പേർക്ക് ഇന്ന് മകൾ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് കഴിയും? കർത്താവേ, ഞാൻ ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്. ഞാൻ ഇവിടെ ആയിരിക്കുന്നത് കർത്താവിന്റെ കൃപയാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് ഇടയായി തീരും. വിശുദ്ധ തിരുവെഴുത്തിൽ ദൈവം സൃഷ്ടിച്ചതും ദൈവം നോക്കിയതും, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 31-ാമത്തെ വചനം പരിശോധിച്ചാൽ ഇവിടെ കാണുന്നത്, താൻ ഉണ്ടാക്കിയതിനെ എല്ലാം ദൈവം നല്ലത് എന്ന് കണ്ടു. പഴയ നിയമമാകമാനം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന പദമാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവത്തിന് മഹത്വം കൊടുക്കുക. 29-ാം സങ്കീർത്തനത്തിലേക്ക് ആവർത്തിച്ചു പറയുന്നുണ്ട്. 1 ദിനവൃത്താന്തം 16:29 ഇത് പറയുന്നുണ്ട്, ദൈവത്തിന് മഹത്വം കൊടുക്കുക, യഹോവയ്ക്ക് മഹത്വം കൊടുക്കുക. അപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവസ്ഥൽ ഉപവസിക്കുന്ന ദൈവജനത്തിന്റെ ഇന്നത്തെ ആരാധനയിലും ഏറ്റവും അധികമായി ഇവിടെ കടന്നു വന്ന് നമ്മുടെ ഭൗതിക ചിന്തകളെയോ ആകുല ചിന്തകളെയോ ഓർത്ത് വ്യാകുലപ്പെട്ടിരിക്കാതെ പ്രകൃതി ശക്തികൾ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നെങ്കിൽ, കർത്താവേ, ഇന്ന് മകൾ ഞാനും ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുമെന്നുള്ള ആ വലിയ പ്രത്യാശയോടെ, ആ വലിയ ഉറപ്പോടെ വേണം ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇന്ന് പകലായിരിക്കാൻ. ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് ഈ ഭൂമിയിൽ നിസ്സാരമായ ചിലതിനെ കണ്ടെത്തി അതിന് മഹത്വം കൊടുക്കുവാനിടയായി, അല്ലെങ്കിൽ അതിന്റെ ഭംഗിയെ വർണ്ണിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ടിടയായി തീർന്ന ആ ഒരു ചിന്തയാണ് യേശുക്രിസ്തുവിന്റെ മനസ്സിന്റെ ആ ഒരു ചിന്തയാണ് ദൈവജനവുമായിട്ട് ഇന്ന് പകൽ ഈ ദൈവമഹത്വം എന്നുള്ള വിഷയവുമായിട്ട് പങ്കുവയ്ക്കുന്നത്. വളരെ വ്യത്യസ്തമായൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലെ അതിന്റെ 6-ാമത്തെ അധ്യായം അതിന്റെ 28, 29 വചനങ്ങൾ ഇവിടെ ഒന്ന് വായിക്കുമല്ലോ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിന്റെ 28, 29 വചനങ്ങൾ.
ശലോമോൻ പോലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. വളരെ ശ്രദ്ധേയമായൊരു ഭാഗം. എന്തുകൊണ്ടാണ് ഈ ഭാഗം വായിച്ചതെന്ന് ഒരുപക്ഷെ ദൈവജനത്തിന്റെ മനസ്സിൽ ഇപ്പോൾ ചിന്ത വരും. ഞാൻ ഓർപ്പിക്കട്ടെ, യേശു കണ്ടെത്തിയ ദൈവത്തിന്റെ മഹത്വം, യേശു കണ്ടെത്തിയ ദൈവസൃഷ്ടിയുടെ മഹത്വം നാം വായിച്ച സങ്കീർത്തനത്തിൽ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് വർണ്ണിക്കുന്നുവെന്ന് കണ്ടുവെങ്കിൽ, യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആകുല ചിന്തകളെ അതിജീവിക്കുന്നതിന് വേണ്ടി, ആകുല ചിന്തകളാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി, ആകുല ചിന്തകളാൽ വേദനപ്പെടുന്നവർക്ക് വേണ്ടി എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും, ഇങ്ങനെ ഭക്ഷണത്തിനായിക്കൊണ്ടും വസ്ത്രത്തിനായിക്കൊണ്ടും വിചാരപ്പെടുന്ന അനുഭവങ്ങളിൽ മനുഷ്യനായിരിക്കുമ്പോൾ, മനുഷ്യന്റെ ആ ആകുല ചിന്തകളെ അതിജീവിക്കുന്നതിന് വേണ്ടി, ആകുല ചിന്തകൾക്ക് പരിഹാരം വരുത്തുന്നതിന് വേണ്ടി, ഈ പ്രകൃതിയിലെ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നിസ്സാരമായ ഒന്നിനെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞൊരു പദമാണെന്ന് പകൽ ദൈവജനത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവന്നത്. അവിടെ ഇങ്ങനെ കാണുന്നു, ഒരിക്കൽ കൂടെ വായിക്കുമല്ലോ. ഉടുപ്പിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. കരമുയർത്തിയൊന്ന് പറയാമോ? ഉടുപ്പിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. അടുത്തത്, വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒരെണ്ണത്തിനോളം പോലും ചമഞ്ഞിരുന്നില്ല. ജ്ഞാനികളിൽ ജ്ഞാനിയും. അപ്പോൾ തന്നെ മനോഹാരിതയുടെ മകുടം കൊണ്ട് ആലയത്തെ പണിതെടുത്ത് ശ്രേഷ്ഠമായ നിലയിൽ സ്വർണ്ണം കണ്ട ദേവദാരി കൊണ്ടൊക്കെ മനോഹരമായ നിലയിൽ ഇന്നുവരെയും ഒരു പണിക്കാരനും ചെയ്യാത്ത നിലയിൽ, ഒരാശാരിയും ചെയ്യാത്ത നിലയിൽ ഇന്നുവരെ ആർക്കും അതുപോലെ പണിതെടുക്കാൻ കഴിയാത്ത നിലയിൽ ശലോമോൻ മനോഹാരിത വരുത്തി ആലയം പണിതു, കൊട്ടാരങ്ങൾ പണിതു, തന്റെ അരമനകൾ പണിയുവാനൊക്കെ ഇടയായി തീർന്നു. പക്ഷേ ഇന്ന് പകലത്തെ എന്റെ ചിന്ത, യേശു ക്രിസ്തുവിന്റെ കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ ഏതിനാ പ്രാധാന്യം കൊടുത്തത്? മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ കണ്ണുകൾ ഉടക്കിയപ്പോൾ ശലോമോന്റെ അതേ മനോഹാരിതയാണോ, തന്റെ പണികൾക്കും താൻ ചമയിച്ചതിനാണോ യേശു ക്രിസ്തുവിന്റെ കണ്ണുകൾ ഉടക്കിയത്? അതോ നിസ്സാര വസ്തുവാകുന്ന വയലിൽ വളരുന്ന ഒരു താമര എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു, അതിനാണോ പ്രാധാന്യം കൊടുത്തത്? ദൈവമക്കൾ പറഞ്ഞാണ്ട് പറഞ്ഞു. ദൈവമക്കളെ, ഏതിനാണ് പ്രാധാന്യത കൊടുക്കുവാൻ ഇടയായിട്ട് വന്നത്? കർത്താവിന്റെ കണ്ണിൽ ഉടക്കി മഹത്വം വർണ്ണിക്കുവാൻ ഏതിനാണ് കർത്താവ് തെരഞ്ഞെടുക്കുവാൻ ഇടയായിട്ട് വന്നത്? സ്വാഭാവികമായിട്ടും മഹത്വത്തെ കുറിച്ച് വല്ലതും പറയണമായിരുന്നെങ്കിൽ, ദൈവത്തിൻ്റെതാകുന്ന പ്രവൃത്തിയെ കുറിച്ച് പറയണമായിരുന്നെങ്കിൽ, ശലോമോൻ നൂന്നതും ശലോമോൻ ചമയിച്ചതും ചെയ്തെടുത്തതും ഒത്തിരി പറയുവാനുണ്ടായിരുന്നു. തന്റെ ജ്ഞാനത്തെ കുറിച്ച് പറയുവാനുണ്ടായിരുന്നു, തന്റെ പണികളെ കുറിച്ച് പറയുവാനുണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ കണ്ണിൽ ഉടക്കിയത് എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ കണ്ടെത്തിയത് എന്താണെന്നറിയാമോ? നിസ്സാരമായി ആരും പരിഗണിക്കാതിരുന്ന, എല്ലാവരും തള്ളിക്കളഞ്ഞ, ആരും ശ്രദ്ധിക്കാതെ പോകുന്ന വയലിലെ താമര എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ താഴോട്ട് വായിച്ചാൽ അല്പം കൂടി സിമ്പിളായിട്ട് ആ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്ത് തന്നെ
ഹൗ ദ ലില്ലീസ് ഓഫ് ദ ഫീൽഡ് ഗ്രോ എന്നാ പറഞ്ഞിരിക്കുന്നത്. ശരിയായ അതിന്റെ ഗ്രീക്ക് തർജ്ജമയിൽ കൊടുത്തിരിക്കുന്ന ഭാഗത്തും വയലിലെ ലില്ലി ചെടികളെ നോക്കുവീൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാനത് അല്പം കൂടി പല ഭാഷാന്തരത്തിലും ശരിയായ ഭാഷയിലും അല്ലെങ്കിൽ ബൈബിൾ എഴുതിയ അവസ്ഥകളിലൊക്കെ പല ഭാഷകളിൽ മലയാളത്തിലേക്കും ഒക്കെ തർജ്ജമ ചെയ്തെടുത്ത് പരിശോധിച്ചപ്പോൾ അവിടെ ഇങ്ങനെ കണ്ടത്, വയലിലെ ആമ്പൽ പൂക്കളെ നോക്കുവീൻ, ആമ്പൽ പൂക്കളെ നോക്കുവീൻ എന്ന് കാണുവാനായിട്ട് ഇടയായി തോന്നുന്നു. കർത്താവിൽ പ്രിയരെ, ഈ ചിന്തകൾ നിങ്ങൾ ഇന്ന് പകൽ ഗ്രഹിക്കണം. ആഴത്തിലൊന്ന് ഹൃദയത്തിൽ പതിയുവാൻ ഇടയായി തീരണം. തികച്ചും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാത്രമേ ഈ ചിന്ത മനസ്സിലാകുകയുള്ളൂ. ക്രിസ്തു മനസ്സ് ചെന്നുടക്കിയത്, ക്രിസ്തു മനസ്സ് ചെന്ന് പതിഞ്ഞത് ആരും പരിഗണിക്കാതിരുന്ന, ആരും ശ്രദ്ധിക്കാതിരുന്ന വയലിലെ ചെടി എന്ന് താഴോട്ട് വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പുല്ല് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാന് അതിനെ ഇങ്ങനെയൊക്കെ പറയുകയാണ്, ആമ്പൽ പൂവെന്നോ അല്ലെങ്കിൽ ലില്ലിപ്പൂ എന്ന് പറയുന്ന തീരെ കൊച്ചു പുഷ്പമുണ്ട്, കുഞ്ഞു പുഷ്പം വെള്ളത്തിൽ വളരുന്നത്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കി നാം നിൽക്കാറുണ്ട് ഇതിന്റെ സൗന്ദര്യം കണ്ടിട്ട്, പക്ഷെ വലിയ പരിഗണനയൊന്നും ഇതിന് കൊടുക്കാറില്ല. എന്നാൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, യേശു കർത്താവ് ഇതിനെ കണ്ടിട്ട്, യേശു കർത്താവ് ഇതിനൊരു പരിഗണന കൽപ്പിച്ചിട്ട് പറയുകയാണ്, ദൈവത്തിന്റെ മഹത്വത്തെ ഒന്ന് നോക്കിക്കേ സഹോദര, ദൈവത്തിന്റെ മഹത്വത്തെ ഒന്ന് നോക്കിക്കേ സഹോദരി, ദൈവം സൃഷ്ടിച്ചതിന്റെ മഹത്വത്തെ ഒന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നിസാര സൃഷ്ടിയാകുന്ന വയലിലെ ചെടിയാകുന്ന ചെടിക്കകത്ത് നിൽക്കുന്ന ഒരു പരിഗണനയും കിട്ടാതിരിക്കുന്ന, വെള്ളം കടന്നു വരുമ്പോൾ അത് കടന്നു വരുന്നു, വെള്ളം താഴുമ്പോൾ അത് താന്നു പോകുന്നു. നിൽപ്പ ചെടിക്കകത്ത് യാതൊരു മാന്യതയും കൊടുക്കാറില്ല, വലിയ സ്ഥാനങ്ങൾ കിട്ടാറില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, എന്റെ യേശുവിന്റെ കൺകളിൽ അത് ഉടക്കുവാനായിട്ടിടയായി തീർന്നു. എന്റെ യേശുവിന്റെ കൺകളിൽ അത് പതിഞ്ഞിട്ട് പറയുകയാണ്, ഇതിന്റെ സൃഷ്ടിയെ നിങ്ങളൊന്ന് നോക്കി പഠിച്ചേ, ഇതിന്റെ സൃഷ്ടി എത്രയും വരത്തില്ല. ദൈവമക്കൾ പറയണം, ഇതിന്റെ സൃഷ്ടിയുടെ മനോഹാരിത എത്രയും വരത്തില്ല. ശലോമോന്റെ സൃഷ്ടിയോളം ശലോമോൻ എത്ര ചമയിച്ചോ തന്റെ പ്രതാപത്തോളം വരത്തില്ല, തന്റെ പണികളോളം വരത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവദിനത്തിന് ഞാനൊരു ദൂത് കൈമാറുകയാണ്. കർത്താവിന്റെ കണ്ണുകൾ ഇന്ന് പകലും ചിലരുടെ മേൽ പതിയുന്നുണ്ട്. കർത്താവിന്റെ കണ്ണ് നിസ്സാരമെന്ന് തോന്നുന്ന ചില അനുഭവങ്ങളിൽ പതിയുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നോക്കുന്നത് ഉന്നതമായ അനുഭവങ്ങളെ അല്ല, ആരും ശ്രദ്ധിക്കാത്തതിനെ, ആരും പരിഗണിക്കാത്തതിനെയാണ് കർത്താവ് പരിഗണിക്കുവാനായിട്ടിടയായി തീരുന്നത്. ലോകത്തിന്റെ ദൃഷ്ടി നോക്കിയാൽ പരിഗണിക്കപ്പെടുവാൻ വലിയ ചെടിച്ചട്ടികൾക്കകത്ത് നിൽക്കുന്നതോ, നമ്മുടെ ഭവനങ്ങൾക്കകത്ത് നിൽക്കുന്നതോ, മാന്യമായ നിലയിൽ സൂക്ഷിക്കുന്നതോ, വലിയ വിലപിടിപ്പുള്ളതോ ഒക്കെയായ അനേക പൂക്കളുണ്ട്, അനേക പുഷ്പങ്ങളുണ്ട്, സുഗന്ധം വിടർത്തുന്ന പുഷ്പങ്ങളുണ്ട്. പക്ഷേ ചെടിക്കകത്ത് നിൽക്കുന്ന, ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന, ഇതാ വയലിൽ നിൽക്കുന്ന ഒരു ചെടിയെ നോക്കിക്കൊണ്ട് കർത്താവ് ഇങ്ങനെ പറയുകയാണ്, ഇതിനെ നിങ്ങളൊന്ന് നോക്കിക്കേ, ഇതിനെ നോക്കിയൊന്ന് പഠിച്ചേ, ഇതിന്റെ മനോഹാരിത ഒന്ന് നോക്കിക്കേ, ഇതിന്റെ ചമയമൊന്ന് നോക്കിക്കേ. ഇത് ശലോമോന്റെ ചമയത്തോളം, അതെ ശലോമോൻ പോലും ഇത്രയും ചമയിച്ചിരുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ അർത്ഥം നിസ്സാരമെന്ന് കരുതുന്നതിനെ എന്റെ യേശു സ്നേഹിക്കുന്നു. തള്ളിക്കളകരുത് കരുതുന്നതിനെ എന്റെ യേശു സ്നേഹിക്കുന്നു.
ആരും പരിഗണിക്കാതിരുന്നതിനെ എന്റെ യേശു സ്നേഹിക്കുന്നു എന്ന് പകരം എത്ര പേർക്ക് ആമേൻ പറയുവാനായിട്ട് കഴിയും? ആരും പരിഗണിക്കുന്നില്ലെന്ന് കരുതി പരിഗണിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇന്ന് പകരം ഒറ്റ ചിന്ത മതി. യേശുവിന്റെ കണ്ണുകൾ നിങ്ങളുടെ മേൽ പതിഞ്ഞിട്ടുണ്ട്. യേശുവിന്റെ കണ്ണുകൾ നിങ്ങളുടെ മേൽ നോക്കിയിട്ടുണ്ട്. സൗന്ദര്യമോ അല്ലെങ്കിൽ വേണ്ടതാകുന്ന വാത്സാദര്യമോ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകാം. ഇന്ന് പകരം അർപ്പിക്കട്ടെ, എന്റെ കർത്താവ് നിങ്ങളെ കാണുമ്പോൾ ഒരു ആന്തരിക ശോഭ നിങ്ങളെ ദർശിക്കുന്നുവെങ്കിൽ നിങ്ങൾ എവിടെയാണ് ആയിരിക്കുന്നത് ഓർത്ത് വിലപിക്കണ്ട. കുഞ്ഞു ഭവനത്തിലാണോ, ചെറിയ ഭവനത്തിലാണോ, വാടക ഭവനത്തിലാണോ ആയിരിക്കുന്നത്? ഒരുപക്ഷെ വലിയ കെട്ടിടങ്ങൾക്കകത്ത് അല്ലായിരിക്കാം. ഇന്ന് വായിച്ച ഈ വചനത്തോട് ചേർന്ന് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ പറഞ്ഞിരിക്കുമ്പോൾ, പ്രകൃതിയിലെ ശോഭയെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ, ഒരു കൊച്ച് ലില്ലി പുഷ്പത്തെ നോക്കി, ഒരാമ്പൽ പൂവിന്റെ ശോഭയെ നോക്കിക്കൊണ്ട് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ, ഇന്ന് പകൽ നിങ്ങൾ ഈ വചനത്തിലൂടെ ധൈര്യപ്പെടുവാനായി ഇടയായി തീരണം. എന്റെ അറിവില്ലായ്മയെ കർത്താവ് പരിഗണിക്കുന്നു. എന്റെ അറിവില്ലായ്മയെ, എന്റെ സൗന്ദര്യമില്ലായ്മയാകാം, എന്റെ ആരും പരിഗണിക്കുന്നില്ലെന്നുള്ള തോന്നലാകാം, എന്നെ ആരും സ്നേഹിക്കുന്നില്ലെന്നുള്ള തോന്നലാകാം. ഈ തോന്നൽ ആർക്കുണ്ടായിരുന്നു? ഈ ലില്ലി പുഷ്പത്തിനുണ്ടായിരുന്നു. ഈ ലില്ലി പുഷ്പത്തിനുണ്ടായിരുന്നു. അപ്പൊ തന്നെ ശലോമോന്റെ പണിയെ കുറിച്ച് വർണ്ണിപ്പാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷേ ഈ ആമ്പൽ പൂവിന്റെ ശോഭയെ കുറിച്ച്, ഈ ലില്ലി പുഷ്പത്തെ കുറിച്ച് ഒരു വാക്കുപോലും പറയാൻ ആരുമില്ലായിരുന്നു. കാരണം വലിയ മണമോ യാതൊന്നുമില്ല. പക്ഷെ അതിന്റെ ശോഭ, അതിന്റെ ആന്തരിക ശോഭ, അതിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതാണെങ്കിൽ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, കർത്താവിന്റെ കണ്ണതിന്റെ മേൽ പതിഞ്ഞിട്ട് എന്നെയും നിങ്ങളെയും നോക്കിക്കൊണ്ട് പറയുവാൻ ഇടയായി തീർന്നു, സഹോദര, നീ നാളെ എന്തുടുക്കും എന്ന് വസ്ത്രത്തിനായിക്കൊണ്ട് നീ ഭാരപ്പെടരുത്. കാരണം എന്താണെന്നറിയാമോ? ചമയിച്ചു തന്ന് ശോഭ തന്ന് നിർത്തുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എത്ര പേര് ദൈവമഹത്വത്തെ കുറിച്ച് വർണ്ണിപ്പാനായിട്ടിടയായിത്തീരും? കർത്താവിന്റെ മഹത്വത്തെ കുറിച്ച് വർണ്ണിപ്പാനായിട്ടിടയായിത്തീരും. കർത്താവേ, എന്നെ തെരഞ്ഞെടുത്തല്ലോ ഒരാമ്പൽ പൂ പോലെ. കർത്താവേ, ആരും ശ്രദ്ധിക്കപ്പെടാതിരുന്ന സ്ഥാനത്ത് നിന്ന്, ചെളിക്കകത്ത് അത് കിടന്നിരുന്ന സ്ഥാനത്ത് നിന്ന് കർത്താവേ എന്നെ തിരഞ്ഞെടുത്തല്ലോ എന്ന് ഓർത്തുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം കൊടുക്കുവാൻ എത്ര പേർക്ക് കഴിയും? ആരും പ്രശംസിക്കുന്നില്ലെന്നൊരു തോന്നലില്ലേ? ആരും ഒരു നല്ല വാക്ക് പറയുന്നില്ല എന്നുള്ളൊരു തോന്നൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലില്ലേ? ഇന്നലെ ചിലരോടൊക്കെയോ ആത്മാവ് തൊട്ട് സംസാരിക്കുകയാണ്, ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായിട്ട് ഇടപെടുകയാണ്. ഹൃദയത്തിൽ തേകലുകളുമായി, ഹൃദയത്തിൽ നമ്പരങ്ങളുമായി ഒരു വാക്കുപോലും കർത്താവെ നല്ല വാക്ക് പറയുവാൻ ആരുമില്ലല്ലോ എന്ന തേകലോടെ ഇരിക്കുമ്പോൾ ഇന്ന് പകൽ യേശു കർത്താവിന്റെ കണ്ണുകൾ നിങ്ങളുടെ മേൽ പതിഞ്ഞിട്ടുണ്ട്. ആ കർത്താവിന്റെ കണ്ണുകൾ ആ ലില്ലി പുഷ്പത്തിന്റെ മേൽ പതിഞ്ഞിട്ട് നിസാരമാകുന്ന, നാളെ ഉണങ്ങിപ്പോകുന്ന, ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതെ പോകുന്ന ആ ഒരു പുഷ്പത്തെ കുറിച്ച് അല്ലെങ്കിൽ സസ്യത്തെ കുറിച്ച് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവജനത്തിൽ ഒത്തിരി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടുണ്ട്. കാരണം നമ്മെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു, നമ്മെ ദൈവം കണ്ടെത്തിയിരിക്കുന്നു, നമ്മെ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുവാനായിട്ട് നമ്മെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ! കർത്താവ് എവിടെ ചെന്നാലും കർത്താവ് ഇങ്ങനെ ശ്രദ്ധിക്കും. എവിടെയെങ്കിലുമൊക്കെ കർത്താവിന്റെ കണ്ണ് പതിയും. ചില മേഖലയിലുണ്ടെങ്കിൽ അവിടേക്ക് കർത്താവിന്റെ കണ്ണുകൾ പതിയും. 38 ആണ്ട് കുളക്കരയിൽ കിടന്നപ്പോൾ ആരുടെ ഈ കണ്ണ് ആ മനസ്സ കുളക്കരയിൽ കിടന്ന പക്ഷപരാപാത രോഗിയുടെ മേൽ പതിഞ്ഞിരുന്നില്ല. പക്ഷേ യേശു കർത്താവിന്റെ കണ്ണുകൾ പതിയുവാനായി ഇടയായിട്ടു. ഒരൊറ്റ ചോദ്യമായിരുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നുള്ളൊരു ചോദ്യം. ജീസസ് എന്ന പകലിലും എന്റെ ഹൃദയത്തിൽ ആ ഒരു ചോദ്യം ദൈവജനത്തോട് ചോദിക്കുവാൻ പ്രേരണയുണ്ട്. നിനക്ക് മനസ്സുണ്ടോ എന്ന്? മനസ്സുണ്ടോ എന്ന്? കർത്താവിന്റെ കണ്ണുകൾ നിന്റെ മേൽ പതിഞ്ഞിട്ടുണ്ട്.
ജീസസ്. 11-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു. കർത്താവിന്റെ കണ്ണുകൾ ദർശിക്കുന്നു. കർത്താവിന്റെ കണ്ണുകൾ ഇന്ന് പകൽ പതിഞ്ഞിട്ടുണ്ട്. ആരും ശ്രദ്ധിക്കാത്ത ഇടത്ത് പതിഞ്ഞിട്ടുണ്ട്. ഒരു പാവപ്പെട്ട സഹോദരി ദൈവാലയത്തിൽ കാണിക്കയിട്ടതായിട്ട് നാം വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്തോത്രാഴ്ച അർപ്പിച്ചതായിട്ട് നാം വായിക്കുന്നുണ്ട്. എന്നെ ചിന്തിപ്പിച്ചൊരു ഭാഗം ആരും ശ്രദ്ധിച്ചില്ല. ഒരുപാട് ഇട്ടതൊക്കെ പലരും വിളിച്ചു പറഞ്ഞുകൊണ്ടായിരിക്കാം ഇട്ടത്. പക്ഷെ ആരും കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിറയ്ക്കുന്ന കൈകളുമായിട്ടൊരു സഹോദരി വന്നിട്ട് ആ കാണിക്കകത്ത് ഒരു 2 കാശ് ഇടുവാനായിട്ടിടയായി തീർന്നു. യേശുവിന്റെ കണ്ണ് അവരുടെ മേൽ പതിഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞു എന്നറിയാമോ? ഇവരിൽ എല്ലാവരെക്കാളിലും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു. അവൾക്കുള്ളത് മുഴുവനും ഇട്ടിരിക്കുന്നു. ആരെങ്കിലും അവളെ പരിഗണിക്കുന്നുണ്ടോ? ആരെങ്കിലും അവരുടെ കാര്യം പരാമർശിക്കുന്നുണ്ടോ? ദൈവാലയത്തിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടോ? ഞാൻ പറയട്ടെ, യേശു ദൈവാലയത്തിൽ വന്നതുകൊണ്ട് ഈ 2020 നവംബർ 15-നും ആ ദരിദ്രയായ വിധവയെ കുറിച്ച് പ്രസ്താവിക്കുവാനിടയായി തീർന്നു. യേശു വന്ന് ദൈവാലയത്തിൽ വന്നതുകൊണ്ട്, യേശുവിന്റെ കണ്ണവളുടെ മേൽ ഉടക്കിയത് കൊണ്ട്, പതിഞ്ഞത് കൊണ്ട്, ആ പാവപ്പെട്ട സഹോദരിയുടെ മേൽ പതിഞ്ഞത് കൊണ്ട് ഇന്ന് നവംബർ 15-നും ഇവിടെ ആ വിഷയം പ്രക്രിയ ചെയ്യുവാൻ വിളംബരം ചെയ്യുവാൻ ഇടയായി തീർന്നെങ്കിൽ ആത്മനിയോഗത്താൽ ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവിന്റെ കണ്ണ് നിന്റെ മേലൊന്ന് പതിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നത്തേത് അത് വിളിച്ചു പറയത്തക്ക പോലെയുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയായിരിക്കാം. പരിഗണനകൾ കിട്ടുന്നില്ല, ആരും അഭിനന്ദനങ്ങൾ തരുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് മകൾ വിളിച്ചു പറയട്ടെ, ആരും അഭിനന്ദിക്കാത്തതിനെയാണ് ദൈവം അഭിനന്ദിക്കുന്നത്. ആരും പരിഗണിക്കാത്തതിനെ യേശു പരിഗണിക്കുവാനായി ഇടയായി തീരുന്നത്. ആരും പ്രശംസിക്കാത്തതിനെയാണ് യേശു ക്രിസ്തു പ്രശംസിക്കുവാനായി ഇടയായി തീരുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഇവരിൽ എല്ലാവരും അധികമായി ഈ ദരിദ്രയായ വിധവ ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞെങ്കിൽ കർത്താവിന്റെ കണ്ണുകൾ പതിഞ്ഞത് കണ്ടോ? കർത്താവിന്റെ കണ്ണുകൾ ചെന്നുടക്കിയത് കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു ദൂത് ഞാൻ ഇന്ന് വിളിച്ചു പറയട്ടെ, കർത്താവിന് മറന്നിരിക്കുന്നത് ഒന്നുമില്ല. കർത്താവിന് മറന്നിരിക്കുന്നത് ഒന്നുമില്ല. താൻ ചെയ്ത പ്രവൃത്തിയെ വിളിച്ചു പറയുവാൻ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് മുതൽ ഞാൻ വിളിച്ചു പറയട്ടെ, ചെയ്തതിനെ വർണ്ണിക്കുന്ന ഒരു യേശുവാണ്. നാം എന്തെങ്കിലും ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പ്രകീർത്തിക്കുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുവാനായി ഇടയായി തീരുന്നത്. എത്ര പേർക്കുന്ന പകൽ ആമേൻ പറയുവാനായിട്ട് കഴിയും? ഹല്ലേലൂയ. വളരെ വ്യക്തമായി തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനെ കുറിച്ചാണ് വർണ്ണിക്കേണ്ടത്, എന്തിനെ കുറിച്ചാണ് വർണ്ണിക്കാതെ ഇരിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം ഓർപ്പിക്കുവാനായിട്ട് സമയങ്ങളില്ല. എന്ത് കാണണം, എന്ത് കാണരുത്, എന്തിന്റെ ശോഭയെ വർണ്ണിക്കുവാനായിട്ട് ഇടയായി തീരണമെന്ന് വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു. ഞാൻ ചിലത് ദൈവം മനോഹരമെന്ന് കണ്ടത്, അല്ലെങ്കിൽ യേശു കർത്താവ് മനോഹരമെന്ന് കണ്ടത് ഓർപ്പിച്ചു. നിസ്സാരമായ, ബലഹീനമായ, ആരും പരിഗണിക്കാതിരുന്ന ചിലതിനെ കർത്താവ് പരിഗണിച്ചെങ്കിൽ കർത്താവ് പരിഗണിക്കാതിരുന്ന ചിലതുണ്ട്. അത് പറഞ്ഞിട്ട് ഈ ദൂതിന്റെ സമാപനത്തിലേക്ക് ഞാൻ വരാം. കർത്താവ് പരിഗണിക്കാതിരുന്ന ചിലത് എന്താണ്? കർത്താവ് പരിഗണിക്കാതിരുന്നത്. ഇതുവരെ സംസാരിച്ചത് കർത്താവ് പരിഗണിച്ചതല്ലെങ്കിൽ ദൈവ മഹത്വത്തെ പ്രകൃതിയിലൂടെയും ചെയ്ത പ്രവൃത്തിയിലൂടെയും ദൈവത്തിന്റെ മഹത്വത്തെ യേശു കർത്താവ് വർണ്ണിച്ചെങ്കിൽ കർത്താവ് പുറമോടിയെ നോക്കി ഒന്നും പറഞ്ഞിട്ടില്ല. അകത്തെ അനുഭവങ്ങളെ നോക്കിയാണ് പറയുവാനായി ഇടയായി തീരുന്നത്. ഒറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. താൻ പരസ്യ ശുശ്രൂഷയുടെ ബന്ധത്തിലായിരിക്കുമ്പോൾ ദൈവാലയത്തെ നോക്കിക്കൊണ്ട് ശിഷ്യന്മാർ വർണ്ണനകൾ പറഞ്ഞൊരു ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനതിലൊരു ഭാഗം വായിക്കാം. മർക്കോസ് സുവിശേഷത്തിലെ 13-ാമത്തെ അധ്യായം അതിന്റെ 1-2 തിരുവെഴുത്തുകളിൽ ഒന്ന് വായിക്കുകയാണ്. മർക്കോസ് സുവിശേഷത്തിലെ 13-ാമത്തെ 1-2 തിരുവചനങ്ങൾ.
ഗുരു, ഇതാ എങ്ങനെയുള്ള കല്ല്, എങ്ങനെയുള്ള പണിയെന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് മതി, എനിക്ക് വായിപ്പിക്കുവാൻ അതേ ആഗ്രഹമുണ്ടെങ്കിൽ സമയപരിമിതിയുണ്ട്. ഇവിടെ ആലയത്തിന്റെ പണിയെക്കുറിച്ചും കല്ലിന്റെ മനോഹാരിതയെക്കുറിച്ചും ശിഷ്യന്മാര് വന്ന് ആരോട് പറയുന്നു? യേശു കർത്താവിനോട് പറയുന്നു. എത്ര മനോഹരമായ പണിയല്ലേ! നിങ്ങൾ ശ്രദ്ധിക്കണം. എന്റെ ചിന്തയോട് ഞാൻ നീതി പുലർത്തി പറയട്ടെ. കല്ലിന്റെ കൊത്തുപണി, മനോഹാരിത, സ്വർണത്തിൽ ചെയ്തെടുത്ത പണികൾ, ഇത് കണ്ടിട്ട് യേശുക്രിസ്തു എന്തുകൊണ്ടൊരു അഭിനന്ദനം പറഞ്ഞില്ല? സ്വാഭാവികമായിട്ട് കർത്താവിന് പറയായിരുന്നു, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നമ്മൾ അതിനെ എന്ത് പറഞ്ഞേനെ? വളരെ മനോഹരമായിട്ട് പറയത്തില്ലേ? നമ്മൾ അതിനെ സ്വാഭാവികമായിട്ട് പറഞ്ഞേനെ, മനോഹരമായിരിക്കുന്നു. നമ്മുടെ സുഹൃത്തിന് നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് വന്നാൽ നമ്മൾ എന്ത് പറയും? കൊള്ളാം കേട്ടോ, മനോഹരമായിരിക്കുന്നു. ഒരു നല്ല സാരി അമ്മാവൻ എടുത്തുകൊണ്ട് വന്നാൽ അടുത്ത അമ്മാവൻ എന്തോ പറയും? അങ്ങനെ വല്ലതും പറയാറുണ്ടോ? ഇത് മനോഹരമായിരിക്കുന്നു കേട്ടോ. പക്ഷെ എന്റെ യേശു കർത്താവ് പുറമോടിയെ കണ്ടിട്ട് മനോഹാരിതയൊന്നും പറഞ്ഞില്ല. ഇവിടെ ദൈവാലയത്തിന്റെ കല്ലിന്റെ പണിയെ കണ്ടപ്പോൾ ഇതെത്ര നല്ല പണി, എത്ര നല്ല കല്ലെന്നൊക്കെ പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് പറയേണ്ടത് വെരി ഗുഡ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്നാ പറയേണ്ടത്. പക്ഷെ കർത്താവിന് പറയാനുള്ളത് ഇതായിരുന്നു, ഈ കല്ലിന്റെ പുറംമോടിയിലല്ല സൗന്ദര്യം ഇരിക്കുന്നത്, ഇതൊക്കെ പൊളിയാനായിട്ട് പോവുകയാണ്. ഇനി എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ കർത്താവാണ് പറഞ്ഞത്, ചെളിക്കകത്ത് നിൽക്കുന്ന, ഞാന് ആമ്പലിനേക്കാൾ താഴെ ഒരു സാധനം ഇവിടൊക്കെ ഉണ്ടോന്ന് അറിയത്തില്ല. ഞാന് മേപ്പറക്കാരനായതുകൊണ്ട് എനിക്ക് നല്ല നിശ്ചയമാണ് വെള്ളത്തിൽ വളരുന്ന സൗന്ദര്യമുള്ള ചെടികളെ കുറിച്ച്. വളരെ പൊട്ടുപോലുള്ള ചില ചെടികളുണ്ട്. എത്ര പേര് കണ്ടിട്ടുണ്ട്? വൈറ്റ് പൂക്കളുണ്ടായി നിൽക്കുന്ന ചില ചെടികളുണ്ട്. എത്ര മനോഹാരിതയാണെന്നറിയാം കാണാൻ. സൗന്ദര്യം തുടിക്കുന്നതുകൊണ്ട് എന്തുമാകട്ടെ, ആമ്പലാകട്ടെ, താമരയാകട്ടെ, നിസ്സാര ജീവിയാകുന്ന നാളെ ഉണങ്ങിപ്പോകുന്ന ആ ചെടിയെ നോക്കിയിട്ട് എന്റെ യേശു കർത്താവ് പറഞ്ഞതാണ്, ഇതിന്റെ സൗന്ദര്യം കണ്ടോ, ഇതിനെ ദൈവം ചമയിച്ചിരിക്കുന്നത് കണ്ടോ. ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവാലയത്തിന്റെ കല്ലിന്റെ മനോഹാരിത എത്രയും വരത്തില്ല. മക്കളെ, എത്രയും വരത്തില്ല. ഈ വയലിൽ വളരുന്ന ഈ ചെറിയ ചെടിയിൽ അത്രയും വരത്തില്ലെങ്കിൽ എന്നെയും നിങ്ങളെയും കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എത്ര മനോഹാരിതയുള്ളവരാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിന്റെ മനോഹാരിത അവിടെ വെളിപ്പെടാം. ഹല്ലേലൂയ. ഇനി സഭയുടെ സൗന്ദര്യത്തിലേക്ക് ഞാൻ വരട്ടെ. സഭയ്ക്കൊരു സൗന്ദര്യമുണ്ട്. ആ ലില്ലി പുഷ്പത്തിന്റെ സൗന്ദര്യം സഭയ്ക്കുണ്ട്. അതാണ് കർത്താവ് കണ്ണുകൾ കൊണ്ട് ദർശിക്കുന്നത്. പ്രകൃതിയിലൂടെ നോക്കിക്കൊണ്ട്, ആലയത്തിന്റെ കല്ലിനെ നോക്കി വിമർശിച്ചുകൊണ്ട്, പ്രകൃതിയിലെ നിസാരത്തിനെ നോക്കി അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞെങ്കിൽ സഭയെ കർത്താവിന്റെ സൗന്ദര്യ പൂർണ്ണതയായി എന്റെ യേശു കണ്ടിരിക്കുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അത് കാണാൻ ലോകത്തിലെ പിശാച് അനുവദിക്കുന്നില്ല. പക്ഷെ പിശാചിനെ മറികടന്നാണ് നിങ്ങളിൽ ചിലർക്കെങ്കിലും ആ സൗന്ദര്യമെന്ന് ദർശിക്കാൻ ഇടയായിരുന്നത്. വചനം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ദൈവത്തെ ദർശിക്കാതിരിക്കേണ്ടത്, അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കി കളഞ്ഞു, കുരുട്ടാക്കി കളഞ്ഞു. എന്ന് പറഞ്ഞാൽ ആരുടെ സൗന്ദര്യം കാണാതിരിക്കാൻ, ആരുടെ സൗന്ദര്യം കാണാതിരിക്കാൻ, എന്റെ യേശുവിന്റെ സൗന്ദര്യത്തെ ദർശിക്കാതിരിക്കാൻ, ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കാതിരിക്കാൻ പിശാച് ഹൃദയങ്ങളെ കുരുട്ടാക്കി കളഞ്ഞപ്പോൾ പാവപ്പെട്ട എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുവാനായിട്ട് കർത്താവ് തിരഞ്ഞെടുത്തുവെങ്കിൽ നിങ്ങളെ എത്ര പേർക്ക് കഴിയുമെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും. സഭയ്ക്കൊരു സൗന്ദര്യമുണ്ട്. വാക്യങ്ങൾ വായിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എനിക്കതിന് കഴിയുന്നില്ല. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 20 മുതലൊക്കെ പരിശോധിച്ചാൽ
വളരെ വ്യക്തമായിട്ട് സഭയുടെ സൗന്ദര്യത്തെ കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് തൊട്ടുവന്ന് വായിക്കാമോ? അവനവളെ വചനത്തോടു കൂടിയ ആ ഒരു ഭാഗം. വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനെ കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കവുമായ തന്റെ മുമ്പിൽ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ യേശു ഏൽപ്പിച്ചു കൊടുത്ത് സഭയെ ശുഭ്രമുള്ളതാക്കി, ശുദ്ധിയുള്ളതാക്കി, കറ, ചുടക്കം, വാട്ടം, മാലിന്യം ഇവയൊന്നുമില്ലാത്തതാക്കി തീർത്തെങ്കിൽ ഇതാ സഭയുടെ സൗന്ദര്യം. ഇന്ന് നോക്കുമ്പോൾ കർത്താവിനെ എന്നെയും നിങ്ങളെയും നോക്കി ഇത് വർണ്ണിപ്പാൻ കഴിയുന്നുണ്ടോ? ഒരാമ്പലിനെ നോക്കി, ലില്ലിയെ നോക്കിക്കൊണ്ട് കർത്താവ് വർണ്ണിച്ചെങ്കിൽ ഇതാ നിങ്ങളെ നോക്കി കർത്താവ് വർണ്ണിപ്പാൻ ഇടയായി തീരണം. കറയില്ല, ചുളുക്കമില്ല, വാട്ടമില്ല, മേത്തരമായ കല്ലുകളെക്കാൾ, ഉന്നതമായ പണികളെക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നു എന്റെ നിങ്ങളുടെയും ആന്തരിക സൗന്ദര്യമെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുവാനായി ഇടയായി തീരണം. എത്ര വരുന്നവകൾ കരമുയർത്തി ഹല്ലേലൂയ പറയും. അങ്ങനെയെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, വെളിപ്പാട് പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രത്യേക പദം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അളക്കുക എന്നൊരു പദം അവിടെ കാണുവാനായി ഇടയായി തീരുന്നു. വെളിപ്പാട് പുസ്തകം 11-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ വചനം, ആ ഭാഗം കൂടി ഓർപ്പിച്ച് ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ബന്ധപ്പെടുകയാണ്. കൽപ്പന ലഭിച്ചത് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, ഈ അളവ് എന്ന് പറയുന്നത് ഇന്ന് പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ച് യാഗപീഠവും അതിൽ നമസ്കരിക്കുന്നവരും ഒക്കെ പറഞ്ഞിരിക്കുമ്പോൾ എന്റെ നിങ്ങളുടെയും ആത്മീയ വിശുദ്ധിയാണ് അളക്കേണ്ടത്. എന്റെ നിങ്ങളുടെയും ആത്മീയ വിശുദ്ധിയെ അളന്നിട്ട് അതിന്റെ മഹത്വത്തെ കുറിച്ച് സ്വർഗത്തിൽ പ്രസ്താവിക്കുവാനായി ഇടയായി തീരണം. ഇതാ ശലോമോന്റെ മഹത്വത്തെക്കാൾ സമയിച്ചിരിക്കുന്ന ഒന്നുണ്ട്. അത് പുതിയ നിയമ സഭയുടെ വിശുദ്ധിയാണ്. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുവാനായി ഇടയായി തീരും. ഇത് കണ്ടിട്ട് അരിമനാഥനായ കർത്താവെന്ന് വർണ്ണിക്കുവാനായി ഇടയായി തീരണം. ആത്മീയ സൗന്ദര്യത്തെ കണ്ട് വർണ്ണിക്കുവാനായി ഇടയായി തീരണം. എത്ര പേർക്ക് ഇന്ന് പകൽ അതിന് തയ്യാറാകുന്നുണ്ട്? എത്ര പേര് ഇന്ന് പകൽ അതിനു വേണ്ടി ഒരുങ്ങുന്നുണ്ട്? അനേക ചിന്തകളുണ്ടെങ്കിലും സമയപരിമിതികൾ മുൻപിലുള്ളത് കൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനായിട്ട് പോവുകയാണ്. ഇന്ന് പകൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചെറിയ കഥ ഞാൻ ഓർപ്പിക്കാം. എന്റെ വായനയിൽ എപ്പോഴോ പതിഞ്ഞൊരു കഥയുണ്ട്. അതിപ്രകാരമാണ്. ഒരു ദരിദ്രയായ ഒരു സ്ത്രീ, അവർ തളർന്നിരിക്കുന്നു. നിരങ്ങിയാണ് അവർ നടക്കുവാനിടയായിത്തീരുന്നത്. ഒരു ബാലകൻ അവരോട് കൂടെ കാണും. അവരുടെ ഏക മകനാണ്. ഈ സഹോദരി തളർന്നിങ്ങനെ റോഡിലൂടെ നിരങ്ങി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ പട്ടണത്തിലെ രാജാവ് ഒരിക്കൽ താന്റെ വേഷമൊക്കെ മാറി ആ കഥയിൽ രേഖപ്പെടുത്തിയ പ്രച്ഛന്ന വേഷത്തിൽ രാജാവാണെന്ന് അറിയാത്തവരെയും ആ തെരുവിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ വലിഞ്ഞു വലിഞ്ഞു നടക്കുന്ന ഈ മാതാവിനെയും ബാലനെയും ശ്രദ്ധിക്കപ്പെട്ടു. ഈ മനുഷ്യനെടുത്ത് എന്നിട്ട് പറഞ്ഞു, നിനക്ക് എന്റെ വീട്ടിലേക്ക് ഒന്ന് വരാമോ എന്ന് ഈ ബാലകനോട് നിന്ന് ചോദിച്ചു. ഞാൻ തിരിച്ചിവിടെ ആക്കാമെന്നും പറഞ്ഞു. വേണ്ട സഹായങ്ങൾ ചെയ്യാനാണെന്ന് പറഞ്ഞു. ഈ ബാലൻ അറിയത്തില്ല ഇന്ന് രാജാവാണ്. കൊട്ടാരത്തിൽ ചെന്നിട്ട് ഈ ബാലനോട് രാജാവ് ഇങ്ങനെ പറഞ്ഞു, ബാലക, ഇവിടെ 3-4 മുറികളുണ്ട്. നിനക്ക് ഇതിൽ ഏത് മുറിയിൽ നിന്നും ഏത് സാധനവും നിനക്ക് എടുക്കാം.
പക്ഷേ ഒരു കണ്ടീഷൻ, ഞാനൊരു ചെറിയ സമയം മാത്രമേ നിനക്ക് അനുവദിക്കത്തുള്ളൂ. ആ ചെറിയ സമയത്തിനുള്ളിൽ നിനക്ക് വേണ്ടുന്നോ നീ എടുത്തുകൊള്ളണം. ആ ബാലകൻ മുറിക്കകത്ത് കയറി. ഒന്നാമത്തെ മുറിയിലുണ്ടായിരുന്നത് സ്വർണവും വെള്ളിയും രത്നങ്ങൾ മാത്രം അടുക്കി വെച്ചിരിക്കുന്ന ഒരു മുറി. രാജകൊട്ടാരമാണെന്ന് ഓർക്കാം. അവന്റെ കണ്ണുകൾ അതിന്റെ മനോഹാരിത കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ വിശപ്പിന്റെ വിളി നിമിത്തം അടുത്ത മുറിയിലേക്ക്, ഭക്ഷണത്തിന്റെ മണം നിമിത്തം അവൻ അടുത്ത മുറിയിലേക്ക് പോയി. അവിടെ മനോഹരമായ രീതിയിൽ ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു. അവൻ ആർത്തി വന്നു. പക്ഷേ അതും അവൻ എടുക്കുവാനായിട്ട് ഇടയായി തീർന്നില്ല. അവന്റെ മനസ്സിൽ അപ്പോഴാണ് പാട്ടും ചിരിയും ആഘോഷവും കേട്ടത്. മറ്റൊരു മുറിയിൽ ഡാൻസും പാട്ടുമായിട്ട് അവിടെയും അവൻ എത്തി നോക്കി. ഈ പാട്ടുകളൊക്കെ കേൾപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ രാജാവ് അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിന്റെ സമയം തീരാൻ പോകുന്നു, ഒരു മുറിയുടെ ഇനിയുള്ളൂ, നിനക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം, ഏത് മുറിയിൽ നിന്നും എടുക്കാം. അവൻ അടുത്ത മുറിയിൽ ചെന്നപ്പോൾ ആ മുറിയിൽ കണ്ട കാഴ്ച, അവിടെ ആകെ ഉണ്ടായിരുന്ന ഒരു വടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മുറിയിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു വടി മാത്രമാണ് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് അവന്റെ ഹൃദയം ആ വടിയിലേക്ക് പതിഞ്ഞു. എന്താണെന്നറിയാമോ? അവന്റെ അമ്മ റോഡിലൂടെ നിരങ്ങിയാണ് നീങ്ങുവാനായി ഇടയായി തീരുന്നത്. ഈ വടി ഉണ്ടെങ്കിൽ അവന്റെ അമ്മയ്ക്ക് കുത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുവാൻ പറ്റിയ ഒരു വടിയാണെന്ന് അവൻ ഉള്ളിൽ ചിന്തിക്കുവാൻ ഇടയായി. ഉള്ളിൽ അവൻ ചിന്തിച്ചിട്ട് ആ വടി അവൻ എടുത്തിട്ട് പറഞ്ഞു, ഇത് മതി രാജാവേ, എനിക്ക് മറ്റൊന്നും എനിക്ക് വേണ്ട. രാജാവ് അവനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞെ, ഇതെന്താണെന്നറിയാമോ? ഇത് രാജാവിന്റെ ചെങ്കോലാണ്. രാജകൊട്ടാരത്തിലെ അടുത്ത അനന്തര അവകാശിക്കുള്ളതാണ്. ഇത് നീ തെരഞ്ഞെടുത്തെങ്കിൽ നീ കൊട്ടാരത്തിൽ വളരേണ്ടവനാണ്. നീ കൊട്ടാരത്തിൽ എന്റെ മകനായിട്ട് വളരും. നിന്റെ അമ്മയ്ക്ക് ഇവിടെ ഒരു സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞു. അതൊരു കഥയായിട്ട് ഞാൻ വായിച്ചതാണെങ്കിലും ഞാൻ ഇന്ന് പകൽ ഓർപ്പിക്കട്ടെ, രാജാവിന്റെ കണ്ണ് ചിലവണയിലൊന്നും പതിഞ്ഞാൽ, നിന്റെ തെരഞ്ഞെടുപ്പൊന്ന് ശരിയായാൽ ആ കുഞ്ഞിന് പൊന്നെ, വെള്ളി, രത്നമൊക്കെ തെരഞ്ഞെടുക്കാമായിരുന്നു. വേണ്ടുന്ന ഭക്ഷണം തെരഞ്ഞെടുക്കാമായിരുന്നു. അപ്പോൾ തന്നെ ആഘോഷിക്കാമായിരുന്നു. ലോകത്തിന്റെ ഇമ്പങ്ങളിൽ കണ്ണുകൾ ഉടക്കാമായിരുന്നു. പക്ഷേ എന്താ ചെയ്തതെന്നറിയാമോ? അവന്റെ അമ്മയെ കുറിച്ച് ഓർത്തപ്പോൾ അവനെ വടിയാണ് തെരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നത്. എന്നെ ആ കഥ ചിന്തിപ്പിക്കുവാനായി ഇടയായി തീർന്നു. ഇതിവിടെ ഇന്ന് പകൽ ഞാൻ പ്രസ്താവിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആ വടി അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചെങ്കിൽ, സ്നേഹിത, ഞാൻ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ഏതാണ്? നമ്മുടെ തെരഞ്ഞെടുപ്പ് നമ്മുടെ നിത്യതയെ ബാധിക്കുന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പാണ് നമ്മുടെ നിത്യതയെ തീരുമാനിക്കുന്നത്. ഇന്ന് പകരം മറന്നു പോകരുത്. നമ്മുടെ തെരഞ്ഞെടുപ്പാണ് നമ്മെ രാജകീയ കൊട്ടാരത്തിൽ എത്തിക്കുന്നത്. ഏത് വേണമെന്ന് തെരഞ്ഞെടുത്തു കൊള്ളുക. രാജാവിന്റെ കണ്ണുകൾ നിന്നെ വിളിക്കുന്നുണ്ട്. രാജാവിന്റെ കണ്ണുകൾ ഇന്ന് പകരം നിന്റെ മേൽ പതിഞ്ഞിട്ടുണ്ട്. നീ ഏത് തെരഞ്ഞെടുക്കുന്നു? കർത്താവിനെ മുറുകെ പിടിക്കുന്നു. ആലയത്തിന്റെ വിശുദ്ധി, പുതിയ നിയമ സഭയുടെ വിശുദ്ധിയെ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിക്കുന്നു. ഒരു പ്രശംസയുണ്ട്. ആരും പരിഗണിക്കാതിരിക്കുന്നതിനെ പരിഗണിക്കുന്ന എന്റെ കർത്താവ്. ഇന്ന് പകരം യേശുവിനെ വേണമെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ദൈവമക്കൾക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഈ കർത്താവിനെ എനിക്ക് വേണം. ഈ കർത്താവിനെ ഞാൻ മുറുകെ പിടിക്കും. എനിക്ക് വേണ്ടത് പുറമെയുള്ള സൗന്ദര്യമല്ല, എനിക്ക് വേണ്ടത് അകമയുള്ള സൗന്ദര്യമാണ്. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കൂ, അതിനുവേണ്ടി സമർപ്പിക്കൂ, അതിനുവേണ്ടി ഒരുങ്ങൂ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.